ആ ദുഷ്ട മനുഷ്യ, നിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ മൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കുറച്ച് പണത്തിന് വേണ്ടി എന്നെ മറ്റൊരു ദുഷ്ടനായ മനുഷ്യനെ വിൽക്കുവല്ലേ? ഇല്ല കൊക്കെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. സുന്ദർബനിൽ ഇപ്പൊ തണുപ്പുകാലം തുടങ്ങിയതേയുള്ളൂ. വൈകുന്നേരമായപ്പോ കൊടും തണുപ്പായി മാറി. തണുപ്പിൽ വിറച്ച് മിങ്കിക്കിളി തന്റെ കൂട്ടിൽ തിരിച്ചു വന്നിരുന്നു. എന്റെ ഭഗവാനെ, ജനുവരി മാസം പോലും തുടങ്ങിയിട്ടില്ല. തണുപ്പ് കൂടിക്കൂടി വരുവാണല്ലോ. ഇങ്ങനെ പോയാ എന്ത് ചെയ്യും? അപ്പുറത്താണെങ്കിൽ ചോട്ടുമാൻ തടാകത്തിൽ വെള്ളം കുടിക്കാൻ പോയി. ആ വെള്ളത്തിന് ഐസ് കട്ടയുടെ തണുപ്പായിരുന്നു. എന്റെ ദൈവമേ, ഇത്ര തണുത്ത വെള്ളോ! ഈ വെള്ളം ഒട്ടും കുടിക്കാൻ വയ്യല്ലോ. തണുപ്പ് കാരണം എല്ലാവർക്കും ടെൻഷനായി. എല്ലാരും കൂടെ ഒരുമിച്ച് കൂടി. കേൾക്കൂ സുഹൃത്തുക്കളെ, ശൈത്യകാലം ഇതുവരെ തുടങ്ങിയിട്ടില്ല. ചൂടുള്ള ഉച്ചയിലും സൂര്യൻ നമുക്ക് ഒരു മാറ്റവും വരുത്തുന്നില്ല. എല്ലാം വ്യക്തമാണ്. ഇത്തവണ നമുക്ക് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ അനുഭവിക്കേണ്ടി വരുമെന്നുള്ളത്. അത് വളരെ മോശമായിരിക്കും. കഴിഞ്ഞ തവണയും കുളത്തിലെ വെള്ളം 15 ദിവസത്തോളം ഐസിൽ തണുത്തു കുറഞ്ഞിരുന്നു. എത്ര നമ്മുടെ വനവാസികൾ കൊല്ലപ്പെടുകയുണ്ടായി. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരങ്ങളായി. വയ്യാണ്ടിരിക്കണ കൊക്കിന്റെ മേലില് മുകളിൽ നിന്നും ഒരു വല അങ്ങ് വീണു. അല്ല, ഈ വല ഇത് എവിടുന്ന് വന്നു? യെസ്, ഞാൻ പിടിച്ചു കഴിഞ്ഞു. അപ്പോൾ മുമ്പിൽ നിന്നും കയ്യില് തോക്കുമായി ഒരു വ്യക്തി നടന്നു വരികയായിരുന്നു. ഓടിക്കോ, അതൊരു വേട്ടക്കാരനാണെന്നാ തോന്നുന്നേ. അവനെ കണ്ടതോടെ മൃഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. വേട്ടക്കാരൻ കൊക്കിനെയും കൊണ്ട് അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. അവൻ കുടിലെത്തിക്കഴിഞ്ഞപ്പോ ആ കൊക്കിനെ നേരെ ഒരു കൂട്ടിന്റെ അകത്ത് അടച്ചിട്ടു. ദുഷ്ട മനുഷ്യ, നിന്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ മൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ ദ്രോഹിക്കുന്നത്? കുറച്ച് പണത്തിന് വേണ്ടി എന്നെ മറ്റൊരു ദുഷ്ടനായ മനുഷ്യനെ വിൽക്കുവല്ലേ? ഇല്ല കൊക്കെ, നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഞാനൊരു വേട്ടക്കാരനല്ല, ഞാനൊരു വ്യാപാരിയാണ്. അല്ല, ഇതെങ്ങനെ സംഭവിക്കും? നീ മനുഷ്യനായിരുന്നിട്ടും എന്റെ ഭാഷ എങ്ങനെ മനസ്സിലായി? പ്രിയപ്പെട്ട കൊക്കെ, ഞാൻ നിന്റെ കാട്ടിലേക്ക് സ്വർണ്ണക്കൂണുകൾ തേടി വന്നതാണ്. എൻ്റെ ഭാര്യയുടെ ആരോഗ്യം വളരെ മോശമാണ്. അവൾക്ക് വെറും 10 ദിവസം മാത്രമേ ഉള്ളൂ. ഞങ്ങളുടെ ഗ്രാമത്തിലെ വൈദ്യനാണ് പറഞ്ഞത്, സുന്ദർവനത്തിലെ ഒരു പ്രത്യേക സ്ഥലത്ത് സുഗന്ധമുള്ളൊരു സ്വർണ്ണക്കൂണുണ്ടെന്ന്. ആ കൂണ് എൻ്റെ ഭാര്യയുടെ കയ്യിൽ 10 ദിവസത്തോളം ഉണ്ടായിക്കഴിഞ്ഞാൽ അവളുടെ അസുഖമൊക്കെ മാറുമെന്ന്. അപ്പം ഞാൻ ആലോചിച്ചു, ഇത്ര വലിയ കാട്ടിൽ നിന്നും ഈ കൂണെങ്ങനെ തേടുമെന്ന്. എനിക്ക് മൃഗങ്ങളുടെ ഭാഷ നന്നായിട്ട് അറിയാം. അങ്ങനെ ഞാൻ ചിന്തിച്ചു, ഏതെങ്കിലും ഒരു മൃഗത്തെ പിടികൂടി അവരോട് ആ കൂണിനെ കുറിച്ച് സംസാരിക്കാമെന്ന്. അതിനുശേഷം അവരെ വെറുതെ വിടാമെന്ന്. പക്ഷേ മദൻ ചേട്ടാ, എന്നോട് ആ കൂണിനെ കുറിച്ച് ആരും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോഴാണ് വാതിലിലൂടെ രാമുവാന, കാലു കാണ്ടാമൃഗം, മൂട്ടുകൊരങ്ങൻ, മീനുക്കിളി, ചോട്ടുമാൻ അകത്തേക്ക് വന്നു. കൊക്കെ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാനാണ് വന്നത്. കാണ്ടാമൃഗം മദനെ ഒരു തട്ട് കൊടുത്തു. അവൻ ദൂരെ പോയി കിടന്നു. രാമുവാന കൂട്ടിക്കിടന്ന കൊക്കിനെ എടുത്ത് മുതുകിലങ്ങ് വെച്ചു. അതെ, ഞാൻ പറയുന്നത് കേക്ക്. കൊക്ക് പറയുന്നത് കേൾക്കാതെ എല്ലാരും അവിടെ നിന്ന് ഓടിപ്പോയി. ഓടി ഒരു ദൂര സ്ഥലത്ത് ചെന്നെത്തി. അവിടെ ബാക്കിയുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഹായ്, കൊക്ക് തിരിച്ചു വന്നു. ഇത് നല്ല കാര്യമായി. രാമുവാന, നീ കൊക്കിനെ തിരിച്ച് കൊണ്ടുവന്നത് നന്നായി. ആ ദുഷ്ടനായ വേട്ടക്കാരൻ എന്തായി? അവനെ ഞാൻ ഇടിച്ചങ്ങ് തെറിപ്പിച്ചു. അവന്റെ വാരിയലൊക്കെ ഇപ്പൊ ഒന്നായി മാറിയിട്ടുണ്ടാവും. സുഹൃത്തുക്കളെ, നിങ്ങൾ ചെയ്തത് ഒട്ടും ശരിയായില്ല. അല്ല, നീ ഇതെന്തൊക്കെയായി പറയുന്നത്? അവൻ നിന്നെ എന്ത് ചെയ്യാൻ പോവായിരുന്നെന്ന് ആർക്കറിയാവുന്നത്? അയാള് വേട്ടക്കാരനല്ല, അത് മദൻ വ്യാപാരിയാണ്. അവൻ നമ്മുടെ കാട്ടിലുള്ള സ്വർണ്ണക്കൂണുള്ള തടാകത്തിലേക്ക് വന്നതാണ്. ഇതും പറഞ്ഞ് കൊക്ക് എല്ലാവരോടും അവിടെ നടന്ന കാര്യങ്ങൾ പറഞ്ഞു. അയ്യോ, നമ്മൾ ചെയ്തത് വളരെ വലിയ തെറ്റായി പോയി. ആ പാവം ജീവിച്ചിരിക്കുന്നുണ്ടോ ആവോ? അതിനെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. അതിലുമുപരി ആ പാവത്തിന് എന്താ സംഭവിച്ചെന്ന് ആർക്കറിയാം? എന്തു തന്നെ ആയാലും നമ്മൾ കാരണം അയാൾക്ക് പരിക്കേറ്റത് കൊണ്ട് അവനെ രക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. എല്ലാവരും കൂടെ ചേർന്ന് അവന്റെ കുടിലേക്ക് പോയി. മദനാകെ അവശ നിലയിൽ ആയിരുന്നു. അവന്റെ രക്തം ഒരുപാട് പോയിരുന്നു. എല്ലാ മൃഗങ്ങളും അവനെ നോക്കാൻ തുടങ്ങി. മോണ്ടുകുരങ്ങൻ ഔഷധ ഇലകൾ കൊണ്ടുവന്നു. അതിന്റെ നീര് അവന്റെ ദേഹത്ത് തേച്ചു. 3 ദിവസത്തെ പരിപാലനമൊക്കെ കഴിഞ്ഞ് അവന്റെ ആരോഗ്യം വീണ്ടും കിട്ടി. ഞങ്ങളോട് ക്ഷമിക്കണം മദൻ. ഞങ്ങൾ വിചാരിച്ചു
നീ വേട്ടക്കാരനാണെന്ന്, ഞങ്ങളെ പിടിക്കാൻ വന്നതാണെന്ന്. ഒരു കുഴപ്പമില്ല, ഇപ്പം എനിക്ക് സുഖമുണ്ട്. പക്ഷേ ആ സ്വർണ്ണക്കൂടിനെ കുറിച്ച് നിങ്ങൾ ആരെങ്കിലും എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ എനിക്കത് വലിയ ഉപകാരമായേനെ. രാത്രി ആവുന്നോറും തണുപ്പ് കൂടിക്കൂടി വരികയായിരുന്നു. എല്ലാ മൃഗങ്ങളും അവിടെ തന്നെ തങ്ങി. തണുപ്പ് കാരണം ആർക്കും ഒന്നും മിണ്ടാൻ പോലും കഴിയുന്നില്ലായിരുന്നു. എല്ലാരും വിറച്ചുകൊണ്ടേയിരുന്നു. അടുത്ത ദിവസം ഉച്ചയായപ്പോ വെയില് വന്നപ്പോ ഇത്തിരി ശാന്തി കിട്ടി. രാത്രി മുഴുവനുള്ള തണുപ്പ് കാരണം വെള്ളം കുടിക്കാനായി കുളത്തിലേക്ക് പോകാൻ പോലും പറ്റുന്നില്ല. വരൂ എല്ലാവരും, നമുക്ക് കുളത്തിലേക്ക് പോയി കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. എല്ലാ മൃഗങ്ങളും മദനും കൂടെ തടാകത്തിൽ പോവാനിറങ്ങി. തടാകത്തിൽ എത്തുന്ന സമയത്ത് തന്നെ എല്ലാവരും ഞെട്ടിപ്പോയി. ഇതെന്താ, കുളത്തിലെ വെള്ളം ഐസായി മാറിയിരിക്കുന്നു. നമ്മൾ പേടിച്ചത് തന്നെ സംഭവിച്ചു. ഇനി നമ്മൾ വെള്ളമില്ലാതെ എങ്ങനെ ജീവിക്കാനാ? ഇപ്രാവശ്യത്തെ തണുപ്പ് നമ്മളെ കീഴടക്കിയിരിക്കുന്നു. നിങ്ങളാണ് എൻ്റെ ജീവൻ രക്ഷിച്ചത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ പരിഹരിക്കും. എനിക്ക് ആ സ്വർണ്ണക്കൂണ് കിട്ടിയാൽ മാത്രം മതി. അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം ഞാൻ തീർത്തു തരാം. പക്ഷെ ഞങ്ങൾക്ക് ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. ആ സ്വർണ്ണക്കൂണ് എവിടെയാണ് വളരുന്നതെന്ന് ആർക്കും അറിയില്ല. ഇത് കേട്ട് മദൻ എന്തോ ആലോചിച്ച് പറഞ്ഞു, ഈ കാട്ടിൽ വേറെ വല്ല സ്ഥലമുണ്ടോ? നിങ്ങൾ ആരും ഇതുവരെ പോവാത്തൊരു സ്ഥലം? ആ ഉണ്ട്, ഇപ്പോൾ ഓർമ്മ വരുന്നു. ഞങ്ങളുടെ കാട്ടിലെ ഒരു ഗുഹയുണ്ട്. അതിൻ്റെ വാതിൽ തുറക്കാനേ പറ്റില്ല. ഞങ്ങളുടെ പൂർവികർ പറയുന്നത് അത് മനുഷ്യർക്ക് വേണ്ടി മാത്രമേ തുറക്കുള്ളൂന്നാ. ഒരു മൃഗത്തിനും അകത്തേക്ക് പോകാൻ കഴിയില്ലെന്നാ. എന്നെ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. ഇത് കേട്ട് മദൻ രാമു ആനനെ നേരെ ഗുഹയിലോട്ട് കൊണ്ടുപോയി. ഗുഹയുടെ അടുത്തേക്ക് മദൻ എത്തിയപ്പോഴേക്കും അതിന്റെ വാതിൽ തന്നെത്താനെ തുറന്നു. അതിന്റെ അകത്തുനിന്ന് നിറമുള്ള കിരണങ്ങൾ വരാൻ തുടങ്ങി. സ്വർണ്ണ തിളക്കം. ഇനി ആ കൂണി ഗുഹയുടെ ഉള്ളിലാണെങ്കിലോ? ഇതും പറഞ്ഞ് മദൻ ഗുഹയുടെ അകത്തേക്ക് പോയി. കുറെ നേരം കഴിഞ്ഞാണ് തിരിച്ചു വന്നത്. അവന്റെ രണ്ട് കൈയിലും മഷ്റൂം ഉണ്ടായിരുന്നു. സ്വർണം പോലെ തിളങ്ങുകയായിരുന്നു. അതിൽ നല്ല സുഗന്ധവും ഉണ്ടായിരുന്നു. ഇത് കൊള്ളാലോ. ഈ കൂണ് കാണാൻ വളരെ ഭംഗിയുണ്ട്. പെട്ടെന്ന് വരൂ രാമുവാനെ, നമുക്ക് സമയം വളരെ കുറവാണ്. രണ്ടുപേരും കൂടെ തടാകത്തിൽ വന്നു. അവിടെ എല്ലാരും തളർന്നു കുത്തി തറയിൽ കിടക്കുകയായിരുന്നു. സുഹൃത്തുക്കളെ, ഇനി എല്ലാ പ്രശ്നങ്ങളും മാറും. അങ്ങനെ പറഞ്ഞ് മദൻ മഷ്റൂമിൽ നിന്നും ഒരെണ്ണം എടുത്ത് തറയിലോട്ട് വെച്ചു. പയ്യെ പയ്യെ തടാകത്തിലെ ഐസ് വെള്ളമായി മാറി. വെയിലും വരാൻ തുടങ്ങി. ഇത് കൊള്ളാലോ. മഞ്ഞുകാലം മാറി കൂട്ടുകാരേ. തടാകത്തിൽ നിന്ന് എല്ലാവരും വെള്ളം കുടിച്ചു. അപ്പോഴാണ് എല്ലാവർക്കും ആശ്വാസമായത്. നിങ്ങളെല്ലാവരും സുരക്ഷിതരായി കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എന്നാൽ ഈ മാജിക് എങ്ങനെ സംഭവിച്ചു? യഥാർത്ഥത്തിൽ ഗുരുജി എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു. ഇത് സ്വർണ്ണക്കൂണാണ്, അതിനോടൊപ്പം മാന്ത്രികതയുമുണ്ട്. ഇതിനകത്തുള്ള ഈ പ്രകാശം പുറത്തേക്ക് വന്ന് ശൈത്യകാലത്തും വേനൽക്കാലത്തും ഇത് തണുത്ത വായുരൂപത്തിൽ പടരുന്നു. ഇതിനർത്ഥം ഇപ്പോൾ നിങ്ങൾക്ക് ശൈത്യകാലത്തും വേനൽക്കാലത്തും പ്രശ്നങ്ങൾ നേരിടേണ്ടി വരില്ലെന്നാണ്. ഇത് കേട്ട് എല്ലാ മൃഗങ്ങളും സന്തോഷവും കൊണ്ട് തുള്ളിച്ചാടി. ഇത് കൊള്ളാലോ. കൊള്ളാലോ. മദൻ നിങ്ങൾക്ക് ചേട്ടൻ ഒരുപാട് നന്ദിയുണ്ട്. ശരി, ഞാനിതാ പോകുന്നു. എനിക്ക് എൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കണം. വീണ്ടും വരണേ കൂട്ടുകാരാ. അതെ, അടുത്ത തവണ ഞാൻ ഭാര്യയോടൊപ്പം വരാം. ഇതും പറഞ്ഞ് മദൻ അവിടെന്ന് പുറപ്പെട്ടു. സന്തോഷം കൊണ്ട് എല്ലാവരും അവനോട് ടാറ്റ പറഞ്ഞു. എൻ്റെ പേര് സിംഗ് എന്നാണ്. സിംഗ് എന്ന പേര് സിംഹത്തിനെ ഉണ്ടാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാ സിംഗ് എന്ന പേര് നീ ഇട്ടിരിക്കുന്നത്? സിംഹവും മാനിന്റെ സൗഹൃദം. ഒരു കാട്ടിൽ സിംബ എന്ന പേരുള്ള സിംഹം താമസിച്ചിരുന്നു. സിംബ ഒരു ദിവസം അവന്റെ കാട്ടിൽ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും നല്ല മഴ പെയ്തു. ഈ മഴക്കാലത്ത് പെയ്യുന്ന മഴ എന്നെ ഒരുപാട് വിഷമിപ്പിക്കുന്നുണ്ട്. കാട്ടിലൊന്ന് കറങ്ങി നടക്കാൻ ആഗ്രഹിച്ചാ ഞാൻ. പക്ഷെ ഈ മഴ കാരണം എന്റെ മൂടെല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. അപ്പോഴാണ് സിംബ കാണുന്നത്, മരത്തിന്റെ അടിയിൽ ഒരു മാൻ നിൽക്കുന്നു. മഴയുടെ തണുപ്പ് കാരണം അവൻ വിറയ്ക്കുകയായിരുന്നു. സിംബ ഓടിപ്പോയി മാന്റെ അടുത്ത് പോയി പറഞ്ഞു, അല്ല, നീ ആരാ? നീ എന്റെ കാട്ടിലെ മാൻ അല്ലല്ലോ. മുമ്പിൽ സിംഹത്തെ കണ്ട് മാൻ പേടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പേര് സിംഗ് എന്നാണ്. എന്റെ കാട്ടിലെ രാജാവ് പെട്ടെന്ന് അപ്രത്യക്ഷനായി. രാജാവിന്റെ അഭാവം മൂലം കാടിന്റെ സന്തുലിതാവസ്ഥ തകിടം മറിഞ്ഞിരിക്കുകയാണ്. എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഇവിടേക്ക് വരേണ്ടി വന്നു. സിംബ മാൻ പറയുന്ന കാര്യമെല്ലാം കേട്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, സിംഗ് എന്ന പേര് സിംഹത്തിനെ ഉണ്ടാവും. നിനക്കെത്ര ധൈര്യം ഉണ്ടായിട്ടാ സിംഗ് എന്ന പേര് നീ ഇട്ടിരിക്കുന്നത്? സിംബ പറയുന്ന കേട്ട് സിംഗ്മാൻ വിറച്ചുപോയി.
അപ്പോഴേക്കും സിംബ ഒച്ചത്തിൽ ചിരിച്ചുകൊണ്ട് സിംഗ് മാനെ നോക്കി പറഞ്ഞു, എന്നെ കണ്ടിട്ട് പേടിക്കേണ്ട കാര്യമില്ല സുഹൃത്തേ. ഞാൻ മറ്റുള്ള സിംഹങ്ങളെ പോലെ അല്ല. അതൊക്കെ പോട്ടെ, നിന്റെ കാട്ടിലെ രാജാവ് ഇനി തിരിച്ചു വന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ കാട്ടിൽ കഴിയാം. എൻ്റെ കൂടെ വരൂ. ഇന്നെൻ്റെ മൂഡ് വളരെ നല്ലതാണ്. സിംബ നേരെ സിംഗ് മാനെ കൊണ്ട് സ്വന്തം ഗുഹയിലോട്ട് കൊണ്ടുവന്നു. അതിനുശേഷം സിംഗ് മാൻ സിംഹത്തിന്റെ കൂടെ തന്നെ താമസിച്ചു. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ സിംബയുടെയും സിംഗിന്റെയും സൗഹൃദം കാട്ടിൽ മൊത്തം പാട്ടായി. ഒരു ദിവസം സിംഹവും സിംഗ് മാനും കാട്ടിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴേക്കും അവിടെ ബില്ലു ചെന്നായ വന്നു. എന്നിട്ട് സിംഹത്തിനോട് പറഞ്ഞു, എന്തൊക്കെയുണ്ടോ മഹാരാജൻ? എനിക്ക് സുഖം തന്നെയാണ് ബില്ലു. നീ പറ, നീ ഇങ്ങോട്ടേക്കുള്ള വഴിയൊക്കെ എങ്ങനെ മറന്നു? മഹാരാജൻ, ഈ കാട്ടിൽ മൊത്തം അങ്ങയുടെയും മാനിന്റെയും സൗഹൃദത്തെ പറ്റിയാണ് സംസാരം. ഒരു സിംഹവും മാനും സുഹൃത്തുക്കളാകുന്നത് ചരിത്രത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങേക്ക് അറിയില്ലേ, മാനുമായുള്ള സൗഹൃദം അങ്ങയുടെ സ്ഥാനത്തിന് തന്നെ വെല്ലുവിളിയാവുമെന്ന്? എനിക്ക് ചരിത്രത്തെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ല. എനിക്ക് ഇത്രമാത്രം അറിയാം, ഈ സിംഗ്മാൻ എന്റെ ഉറ്റ സുഹൃത്താണെന്ന്. നിനക്കിപ്പോ പോവാൻ ബില്ലു. ബില്ലു ദേഷ്യത്തോടെ അവിടുന്ന് പോയി. എന്നിട്ട് കൂട്ടുകാരൻ ടില്ലു ചെന്നായോട് പറഞ്ഞു, ആ വിഡ്ഢി സിംഹം സിംഹവർഗത്തിന്റെ തന്നെ പേര് നശിപ്പിക്കുകയാണ്. ഒരു പീറമാനുമായുള്ള സൗഹൃദം, ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? ഞാൻ പറയുന്നത്, ഈ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിച്ച് കാട്ടിലെ മൃഗങ്ങളെയെല്ലാം സിംഹത്തിനെതിരെ തിരിക്കണമെന്നാണ്. ടില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാ. എല്ലാത്തിനും ഉപരി ഇത് നമ്മുടെ കാടിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ടില്ലു ചെന്നായും ചിരിച്ചുകൊണ്ട് തന്നെ ബില്ലുവിനോട് പറഞ്ഞു, നീ പറഞ്ഞ ശരിയാ ബില്ലു. നമ്മുടെ രാജാവ് ഒരു പീറമാനുമായി കറങ്ങുന്നത് നമ്മുടെ ചുറ്റുമുള്ള വനങ്ങളിലുള്ള സിംഹരാജാക്കന്മാരെ അറിയുമ്പോൾ അവരൊക്കെ നമ്മുടെ കാടിന് എന്ത് വിലയാ പിന്നെ തരുന്നത്? ടില്ലു ചെന്നായ ബില്ലുവിനോട് പതുക്കെ പറഞ്ഞു, ഇന്ന് തന്നെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും രഹസ്യമായി വിളിച്ചു വരുത്തണം. ഞാൻ അവരോട് സംസാരിച്ചോളാം. പിന്നെ ഈ വിഷയത്തെക്കുറിച്ച് സിംഹരാജന് ഒരു വാക്കുപോലും അറിയാൻ പാടില്ല. ടില്ലു ചെന്നായ ആരും അറിയാതെ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും വിളിച്ചുകൂട്ടി. ബില്ലു ചെന്നായ എല്ലാ മൃഗങ്ങളെയും നോക്കി പറഞ്ഞു, കാട്ടുവാസികളെ, നിങ്ങൾക്കറിയാവുന്നതല്ലേ നമ്മുടെ രാജാവിന്റെ ബുദ്ധി മറഞ്ഞു പോയിരിക്കുകയാണെന്നുള്ളത്. അദ്ദേഹം ഒരു പീറമാനുമായി സൗഹൃദത്തിലാണ്. ഇത് നമ്മുടെ വനത്തിന് തന്നെ അപകടകരമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് ആന അമ്മാവൻ അവരോട് പറഞ്ഞു, കാട്ടിലെ രാജാവ് മാനിനോട് സൗഹൃദം കൂടുന്നു, അതിന് നിനക്കെന്താണ് പ്രശ്നം? നിങ്ങളുടെയൊക്കെ ചിന്തയ്ക്ക് എന്തു പറ്റി ആനമുത്തശ്ശ? ഒരു സിംഹം മാനുമായി എങ്ങനെ സൗഹൃദത്തിലാവും? ഒരു സിംഹത്തിന്റെ സ്വപ്നം സ്വന്തം വനത്തിലായിരിക്കണം. പക്ഷെ ഇതുപോലെയൊക്കെ സിംഹം ചെയ്തു കഴിഞ്ഞാൽ അതോടെ അവന്റെ സ്വപ്നം അവസാനിച്ചു എന്നാണ്. മറ്റുള്ള കാട്ടിലെ സിംഹങ്ങൾക്ക് ഈ കാട് ആക്രമിക്കാനുള്ള ഒരു അവസരം കൂടിയാണത്. ബില്ലു ചെന്നായ പറഞ്ഞത് കേട്ട് അവിടെ നിന്ന മീനു കുറുക്കൻ ആലോചിച്ച് എല്ലാരോടും പറഞ്ഞു, എന്നാ പിന്നെ നീ തന്നെ പറ, ഞങ്ങൾ ഇനി എന്താ ചെയ്യണ്ടേ? നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പിന്തുണയ്ക്കുകയും എന്നെ രാജാവായി പ്രഖ്യാപിക്കുകയും ചെയ്യണം. ഞാനും സിംഹത്തിന് തുല്യനാണ്. ചെന്നായ്ക്കൾ സിംഹങ്ങളെ പോലെ മാരകവും അപകടകരവും ബുദ്ധിശക്തിയുള്ളവരുമാണ്. ബില്ലു ചെന്നായ പറഞ്ഞത് കാട്ടിലെ എല്ലാ മൃഗങ്ങൾക്കും മനസ്സിലായി. പക്ഷെ ആന അമ്മാവനെ ഒഴികെ. ആന അമ്മാവൻ ഓടിപ്പോയി സിംഹത്തിന്റെ അടുത്ത് പോയി, മഹാരാജൻ, അങ്ങ് ഇവിടെ നിന്ന് ഉടൻ തന്നെ പോകേണ്ടതാണ്. സിംഹ ആന അമ്മാവൻ പറഞ്ഞത് കേട്ട് ഞെട്ടിപ്പോയി. അതെന്താ അങ്ങനെ പറയുന്നത്? ഇതെന്റെ കാടാണ്. ഞാൻ എന്തിനാണ് എന്റെ കാട് വിട്ടു പോവേണ്ടത്? ആന അമ്മാവൻ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞ് സിംഹത്തിന്റെ അടുത്ത് പറഞ്ഞു, മഹാരാജൻ, ബില്ലു ചെന്നായ കാട്ടിലെ എല്ലാ മൃഗങ്ങളെയും അങ്ങേക്കെതിരെ തിരിച്ചിരിക്കുകയാണ്. അവർ കുറച്ചു സമയത്തിനുള്ളിൽ ഒറ്റക്കെട്ടായി ഇങ്ങോട്ടേക്ക് വരും. അവരോടെല്ലാവരോടുമായി ഏറ്റുമുട്ടാൻ അങ്ങേക്കാവില്ല. തൽക്കാലം ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് അങ്ങേക്ക് നല്ലത്. ഇതെല്ലാം കേട്ട സിംഹമാന് സങ്കടമായി. അവന്റെ കൂട്ടുകാരൻ സിംബയോട് പറഞ്ഞു, ഇതെല്ലാം സംഭവിക്കുന്നത് ഞാൻ കാരണമാണല്ലേ. ഞാൻ അങ്ങയുടെ സുഹൃത്തായിരുന്നില്ലെങ്കിൽ ഇതെല്ലാം സംഭവിക്കുമായിരുന്നില്ല. അങ്ങ് കാട് വിട്ടു പോകേണ്ട ഒരാവശ്യവുമില്ല മഹാരാജൻ. ഞാൻ ഇപ്പൊ തന്നെ ഈ കാട് വിട്ടു പോവുകയാണ്. അരുത് സുഹൃത്തെ, ഞാൻ ഈ കാട്ടിലെ രാജാവാണ്. കാട്ടിലെ എല്ലാ മൃഗങ്ങളും ഒരുമിച്ച് നിന്നാൽ ശക്തരാവുമെന്നറിയാം. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്. ഒരു സിംഹം തന്റെ അധികാരത്തിലിരിക്കുമ്പോൾ അതിനോളം വരില്ല മറ്റൊരു ശക്തിയും. എന്റെ കൂടെ വരൂ. സിംഹം ആന അമ്മാവനും കൂട്ടുകാരൻ സിംഗ്മാന്റെ കൂടെ അവിടേക്ക് എത്തും. അവിടെ എല്ലാ മൃഗങ്ങളും ടെല്ലും ബില്ലും ഉൾപ്പെടെ ഉണ്ടായിരുന്നു.
സിംബ എല്ലാവരെയും നോക്കി പറഞ്ഞു. ഞാൻ ഈ സിംഹമാനുമായി സൗഹൃദത്തിൽ ഏർപ്പെടുന്നതിൽ നിങ്ങൾക്ക് എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു സിംഹവും മാനും സൗഹൃദത്തിലാവാൻ പാടില്ലേ? സിംബ പറഞ്ഞത് കേട്ട് ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തിനാ അവരോടൊക്കെ സംസാരിക്കുന്നത്? എന്നോട് സംസാരിക്കേ. ബില്ലു ചെന്നായ പറയണത് കേട്ട് സിംബയ്ക്ക് ദേഷ്യം വന്നിട്ട് പറഞ്ഞു. ഞാൻ എൻ്റെ കാട്ടിലെ എൻ്റെ പ്രജകളോടാണ് സംസാരിക്കുന്നത് ബില്ലു ചെന്നായേ, നിന്നോടല്ല സംസാരിക്കുന്നത്. ഞാൻ ഇവിടുത്തെ രാജാവാണ്. നിങ്ങൾ രാജാവാണെന്നല്ല, നിങ്ങൾ രാജാവായിരുന്നു. നിങ്ങൾക്കറിയില്ലായിരിക്കാം, ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം എന്നെ രാജാവായി അവരോധിച്ചിരിക്കുകയാണ്. ബില്ലു ചെന്നായ പറയുന്നത് കേട്ട് സിംഹത്തിന് ദേഷ്യം കൂടി കൂടി വന്നു. നീ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിച്ചിരിക്കുന്നത് ബില്ലു? നീ ഈ കാട്ടിലെ രാജാവാകുന്നതിന് മുൻപ് എന്നോട് യുദ്ധം ചെയ്യേണ്ടതുണ്ട്. സിംഹം ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. സിംഹ്മാൻ സിംബയോട് പറഞ്ഞു. മഹാരാജൻ, അങ്ങ് ഒരിക്കലും ഈ ചെന്നായുമായി യുദ്ധം ചെയ്യേണ്ട ഒരാവശ്യകതയുമില്ല. ഈ ചെന്നായ്ക്ക് ഞാൻ മതിയാവും. ഞാൻ ഇവനോട് യുദ്ധം ചെയ്യാം. ഇത് കേട്ട് സിംഹവും എല്ലാവരും ശരിക്കും ഞെട്ടിപ്പോയി. ബില്ലു ചെന്നായ ചിരിച്ചുകൊണ്ട് സിംഹ്മാനെ നോക്കി പറഞ്ഞു. എന്റെ വളരെ മോശം ദിവസമാണല്ലോ ഇന്ന്. ഒരു മാനുമായിട്ടാണല്ലോ എനിക്ക് യുദ്ധം ചെയ്യേണ്ടത്. ഞാൻ നിന്നെ യുദ്ധത്തിന് വെല്ലുവിളിക്കുകയാണ്. യുദ്ധത്തിൽ ഞാൻ മരിക്കുകയാണെങ്കിൽ നിനക്കെന്റെ മാംസം കഴിക്കാവുന്നതാണ്. സിംഹ്മാനെ ഒരുപാട് തടയാൻ ശ്രമിച്ചു. പക്ഷെ സിംഹ്മാൻ വിസമ്മതിച്ചു. കുറച്ചേരം കഴിഞ്ഞപ്പോ സിംഹ്മാനും ബില്ലു ചെന്നായും തമ്മിലുള്ള യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു. യുദ്ധം കണ്ടുകൊണ്ടിരുന്ന എല്ലാ മൃഗങ്ങളും ഞെട്ടിത്തെറിച്ചു പോയി. സിംഹ്മാൻ വളരെ എളുപ്പത്തിൽ ബില്ലു ചെന്നായെ തോൽപ്പിച്ചു. ബില്ലു ചെന്നായ ദേഷ്യത്തോടെ പറഞ്ഞു. നീ വെറും സാധാരണ മാനല്ലേ, എന്നിട്ടും നിനക്ക് ഇത്ര ശക്തി എവിടെ നിന്ന് കിട്ടി? ബില്ലു ചെന്നായ ഇത്രേ പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് സിംഹ്മാൻ ഒരു സിംഹമായി മാറി. ഇത് കണ്ട് എല്ലാരും വീണ്ടും ഞെട്ടിപ്പോയിരുന്നു. അല്ല, ഇതെന്ത് അത്ഭുതമാണ്! നീ എങ്ങനെ ഒരു സിംഹമായി മാറി? അപ്പോഴേക്കും നിറങ്ങളുള്ള കിരണങ്ങൾ വന്ന് ഒരു സാധു പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് സിംബയോട് പറഞ്ഞു. നിന്റെ സുഹൃത്തായ മാൻ ഒരു സിംഹമായിരുന്നു സിംബ. എന്റെ ശാപം കാരണമാണ് മാനായത്. അവൻ സിംഹമായിരുന്നപ്പോൾ നിരപരാധിയും ദുർബലരുമായ മൃഗങ്ങളെ കൊല്ലാറുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവനെ ശപിച്ച് ഒരു ദുർബലനായ മൃഗമായി മാറ്റിയത്. അപ്പോഴേ അവൻ അറിയാൻ കഴിയും ഒരു ദുർബല മൃഗത്തിന്റെ വികാരം എന്താണെന്നുള്ളത്. ഒരു മാനായതിനു ശേഷം അവൻ കരയാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മാനിന്റെ രൂപത്തിൽ നിന്ന് ശക്തനായൊരു എതിരാളിയുമായി ഏറ്റുമുട്ടിക്കഴിയുമ്പോൾ നിനക്ക് നിന്റെ യഥാർത്ഥ രൂപം തിരിച്ചു കിട്ടുമെന്ന്. ഇത്രയും പറഞ്ഞുകൊണ്ട് സാധു അവിടുന്ന് അപ്രത്യക്ഷമായി. സിംബ മറ്റേ സിംഹത്തിനെ നോക്കി പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി നീ എന്തുകൊണ്ടാണ് സിംഗ് മാൻ എന്ന് പേരിട്ടതെന്ന്. കാരണം യഥാർത്ഥത്തിൽ നീ സിംഗ് തന്നെയാണല്ലോ. മാത്രമല്ല, നീ അന്ന് എന്നോട് പറഞ്ഞ കാടിന്റെ കാര്യം അവിടുത്തെ രാജാവ് നീ തന്നെ ആയിരുന്നല്ലേ? മറ്റേ സിംഹം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. നീ പറഞ്ഞത് വളരെ ശരിയാണ്. ഞാനിപ്പോൾ എന്റെ കാട്ടിലേക്ക് പോവുകയാണ്. എങ്കിലും നമ്മൾ തമ്മിലുള്ള സൗഹൃദം ഭദ്രമായി നിലനിൽക്കും. സിംഹം അവന്റെ കാട്ടിലേക്ക് പോയി. സിംഹം ടില്ലു ചെന്നായും ബില്ലു ചെന്നായും അടിച്ചോടിച്ചു ആ കാട്ടീന്ന്.